അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഒരു കൂരിക്കറി തന്നെ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു കൂരിക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ്, നമുക്ക് കൂരി എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് കുറച്ച് പുളിയെടുത്ത് ചൂടാക്കുക. ഈ വെള്ളം നമുക്ക് കൂരിയുടെ പുറത്ത് ഒഴിച്ചിട്ട് അങ്ങനെ വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ വെള്ളം കുറച്ചായിട്ട് നമുക്ക് കൂരിയിൽ ഒഴിക്കാം. എന്നിട്ട് പയ്യെ ഇത് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ അമ്മ പറഞ്ഞു തന്ന മെത്തേഡാണ്. ഇതിനു മുമ്പ് നമ്മളൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂരി ക്ലീൻ ചെയ്യുന്നത്. ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഈ ഫിഷൊക്കെ ക്ലീൻ ചെയ്യുന്നവർ സമ്മതിക്കണം, ഇതൊരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയ്യെ തേച്ചൊരച്ച് അവനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ നോക്കാം. വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നു, ഉരയ്ക്കുന്നു, ക്ലീനാവും നോക്കുന്നു. ഞാൻ കുളിക്കുമ്പോൾ പോലും ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് തേച്ചൊരച്ച് കുളിച്ചിട്ടില്ല. പക്ഷെ ഇത് വെളുക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞ മെത്തേഡ് ഓൾമോസ്റ്റ് ഇത് വർക്കൗട്ട് ആകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നല്ലോണം ക്ലീൻ ആകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കൂരിനെ നല്ലോണം തേച്ചൊരച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഏകദേശം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല സൂപ്പറായിട്ടുണ്ട്. 2 കിലോ ഉള്ള കൂരിയാണ് നമ്മൾ കറി വെക്കാനായിട്ട് തേച്ച് കഴിയെല്ലാം വൃത്തിയായിട്ട് എടുത്ത് ഇനിയിപ്പം നമ്മൾ കഷ്ണയ്ക്ക് എടുക്കണം. ഇത് ക്ലീൻ ചെയ്തു, ഇനി ഇത് മുറിക്കുന്നതാണ് ഇച്ചിരി ടാസ്ക്. ഇപ്പം പയ്യെ ഓരോന്നൊക്കെ നോക്കാം. നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും നിൽക്കുന്നില്ല ആക്ച്വലി. ഓ, അത് നല്ല സെറ്റപ്പാണ്. കഷ്ണം കാട്ടിയുമ്പോൾ ഈ മുള്ളു കാരണം മുറിയാൻ പാടില്ല. പോട്ടെ. വാല് വട്ട കണ്ടിട്ട് മൊത്തം വട്ട കണ്ടിട്ട് ഇനി അത് കഷ്ണം ചെയ്തിട്ട് കഷ്ണിച്ചോട്ട് വട്ടം കഷ്ണിച്ചോട്ട്. അരപ്പും പിടിച്ചിട്ട് ഇതിനൊക്കെ സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കും. പാട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്. അപ്പോൾ ഏത് കറി ഉണ്ടാക്കിയാലും ഫിഷ് കറി ഉണ്ടാക്കിയാലും കുറച്ച് ഉലുവ ഇടുന്നത് ഏറ്റവും ബെറ്റർ ആണെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്.
അപ്പം അച്ഛനും ഈ പ്രോസസ്സാണ് ചെയ്യുന്നത്. അച്ഛൻ കുറച്ച് ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി ഓരോന്നോരോന്ന് എണ്ണയിലേക്ക് ഇടാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം മൂക്കണം അതൊന്ന്. അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ആവശ്യത്തിന് ഇട്ടോണം. നമ്മളൊരു കണക്കിനങ്ങ് ഇടുവാണ്. അപ്പം അച്ഛൻ്റെ കൈക്കരുത്തിൽ ഓരോ സ്പൂണും അച്ഛൻ വാരി വിതറുന്നുണ്ട്. നല്ല നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് മുളക് പൊടി. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മുളക് പൊടി ഇട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ്. പൊടികളെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അത് വെള്ളം ഇച്ചിരി കുറവുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അച്ഛൻ ഓൾറെഡി വെള്ളമെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഫുള്ള് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് കറിവേപ്പിലയുടെ ഊഴം. നമ്മൾ കറിവേപ്പില ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. കറിവേപ്പിലെല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ പുളി എടുത്ത് നമുക്ക് കറിയിലേക്ക് ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ ഇത് തിളയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീനാക്കി മുറിച്ച് വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. പീസുകളുടെ ആ ഒരു വലുപ്പമാണെങ്കിലും എല്ലാം കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു സത്യത്തിൽ. ഇനി നമുക്ക് എല്ലാം അതിലേക്ക് പ്രോപ്പറായിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കൂരിക്കറിയുടെ അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഇനി മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അത് തിളച്ച് നല്ല വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ കൂരിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്ത് എങ്ങനെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കൂരിക്കറിക്ക് എപ്പോഴും കോമ്പിനേഷൻ കപ്പയാണ്. കപ്പയില്ല എന്ത് കൂരിക്കറി. കറി വേറെ ലെവലായിരുന്നു. കപ്പയും കൂട്ടി കഴിച്ചപ്പം അതിൻ്റെ ഫീല് സൂപ്പർ.